കർത്താവിൻ്റെ തന്നെ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. പലതിനെ ചൊല്ലി മനസ്സ് കലങ്ങിയ മാർത്തയോട് യേശു പറയുക, മാർത്തേ, നീ പലതിനെ ചൊല്ലി നിൻ്റെ മനസ്സ് കലങ്ങിയിരിക്കുന്നു. എൻ്റെ പാദപീഠത്തിങ്കിൽ വന്ന നല്ല അംശം തിരഞ്ഞെടുത്ത മറിയെപ്പോലെ നീ ആയിരിക്കാൻ പറഞ്ഞു. പ്രിയരെ, നമ്മളും പലതിനെ ചൊല്ലി മനസ്സ് കലങ്ങാറുണ്ടാവും. പക്ഷെ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ വന്നിരിക്കാൻ തയ്യാറാവണം. ഏത് കലങ്ങിയ മനസ്സിൻ്റെ മുറിവുകളും കെട്ടാൻ എൻ്റെ കർത്താവിന് കഴിയും. അവിടുന്ന് വിളിച്ചു പറഞ്ഞ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിലും എന്നിലും വിശ്വസിപ്പിക്കുന്നതാണ് കർത്താവ് പറഞ്ഞത്, പിതാവായ ദൈവത്തിലും. അപ്പം മനസ്സിൻ്റെ കലക്കം മറ്റാർക്കും അറിയാൻ പറ്റില്ല. പക്ഷെ കലങ്ങി മറിഞ്ഞ നമ്മുടെ എല്ലാ അവസ്ഥകളും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരുവനുണ്ടാകും. 38 സംവത്സരമായി ബെഥെസ്ദ കുളക്കരയിൽ കിടന്ന മനുഷ്യൻ, യേശു അവനോട് ചോദിച്ചൊരു ചോദ്യം, നിനക്ക് മനസ്സുണ്ടോ? അതിൻ്റെ അർത്ഥം ഇവൻ്റെ മനസ്സ് കലങ്ങിയിരിക്കുക, ഇവൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു. ഇവന് ശേഷം വന്ന പലരും രക്ഷപ്പെടുകയാണ്. അവിടെയാണ് യേശു പറയുന്നത്, നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ? അതിൻ്റെ അർത്ഥം അവന് മനസ്സില്ല എന്നുള്ളതല്ല. പക്ഷെ ഇവൻ്റെ മനസ്സ് കലങ്ങി. സാഹചര്യങ്ങളെതിരായപ്പോൾ, ചാൻസ് നഷ്ടപ്പെട്ടപ്പോൾ മനസ്സാക്ഷി മരവിച്ചു പോയി, കലങ്ങി, ഉറഞ്ഞുപോയി. അതിനെയാണ് കർത്താവ് ആ ചോദ്യത്തിലൂടെ വെളിപ്പെടുത്തിയത്. എന്നിട്ട് അവനെന്താ പറയുക, കർത്താവ് എൻ്റെ ചാൻസ് നഷ്ടപ്പെട്ടു. മുമ്പേ വന്ന് ഓരോരുത്തർ ഇറങ്ങിപ്പോയി രക്ഷപ്പെടുന്നു. അപ്പോൾ യേശുവിന് അതല്ല അറിയേണ്ടത്. നിൻ്റെ മൈൻഡ് കലങ്ങിയത് ഇന്ന് രാത്രി പകൽ നേരെയാവണം. വിഷണ്ണ മനസ്സിന് ആശ്വാസം നൽകുന്ന ആശ്വാസപ്രദനായ കർത്താവ് നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. വേദനകൾ എത്ര സങ്കീർണമാകട്ടെ, അതെടുത്തു മാറ്റാൻ കഴിവുള്ള ഒരുവനുണ്ട്. അവൻ്റെ പേര് നസറേനായ യേശു. സാക്ഷാൽ രോഗങ്ങളെ വഹിച്ച്, വേദനകളെ ചുമന്ന്, അടിപ്പിണനാൽ സൗഖ്യം നൽകുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. ഞാൻ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്യൂ. കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കാത്തിരിക്കുന്നവൻ ക്ഷീണിച്ചു പോകില്ല. ചിറകടിച്ച് കയറുവാൻ കഴുകനെ പോലെ അവന് ദൈവം കരുത്തും ബലവും ശക്തിയും നൽകും. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം 4-ാം യാമത്തിലും 4-ാം ദിവസത്തിലും കാണും. ആ ഒരു വിശ്വാസം നമ്മുടെ അകത്ത് കത്തുന്നുണ്ടോ? 4-ാം ദിവസമെന്ന് പറയുമ്പോൾ സാഹചര്യങ്ങളെല്ലാം കൈവിട്ടു പോയി, നിയന്ത്രണം നഷ്ടപ്പെട്ടു, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, കല്ലുവെച്ചു അല്ലേ? പക്ഷെ അവിടേക്ക് ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. അവനെ വെച്ചത് എവിടെയും ചോദിച്ച, കല്ല് വെച്ചത് കണ്ടിട്ട് പോകാനാണോ കർത്താവ് വന്നേ? പ്രിയരെ, നിൻ്റെ സബ്ജക്റ്റിൻ്റെ മേൽ വലിയ കല്ല് വെച്ച് പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ട് പോകാനാണോ കർത്താവ് വന്നത്? കർത്താവ് വിശ്വാസത്തെ എല്ലാം ശാസിച്ചിട്ട് പറഞ്ഞു, വിശ്വസിച്ചാൽ മഹത്വം ഇപ്പോഴും വെളിപ്പെടും 4-ാം ദിവസത്തിലും. കണ്ടേച്ചു പോകുന്ന ഒരുവനെ അല്ല, കണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരുവനെയാണ് നമ്മൾ സേവിക്കാൻ ഇറങ്ങിയത്. അനേകർ കണ്ടിട്ടുണ്ട്, അവർക്ക് പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. പലരും തിരിച്ചുപോയി.
ഈ ഡോക്ടേഴ്സ് നോക്കിയാലും പരിഹരിക്കാൻ പറ്റാത്ത രോഗങ്ങൾ, മെഡിസിൻ ഇല്ലാത്ത രോഗങ്ങൾ, അതും കണ്ടേച്ചു പോകുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. സൗഖ്യമാക്കുന്നവൻ, വിടുവിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ, വീര്യം പ്രവർത്തിക്കുന്നവൻ, ഉയർന്നിരിക്കുന്നവൻ, പരിശുദ്ധൻ, സർവശക്തൻ. ആ സാന്നിധ്യത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. 105-ാം സങ്കീർത്തനം 2-ാമത് വാക്യം, അവന് പാട്ട് പാടുവേൻ, അവന് കീർത്തനം പാടുവേൻ, അവൻ്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പീൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിക്കണം. 98-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ, യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവേൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. ദെബോരയുടെ നേതൃത്വത്തിലൊരു പാട്ട് പാടുക. സീസരയുടെ ശക്തികൾ തകർക്കപ്പെട്ടപ്പോൾ, എല്ലായിടവും ശത്രു പരാജയപ്പെടുമ്പോൾ പാട്ടുപാടുന്ന ഒരു സമൂഹം എഴുന്നേറ്റിട്ടുണ്ട്. തൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾ മിസ്രയീം വിട്ട് ചെങ്കടൽ വഴിമാറത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ഭുജം മോശയുടെ ഭുജത്തിന്മേൽ ഇറങ്ങി വന്നപ്പോൾ അസാധാരണമായ ദൈവപ്രവർത്തികൾ വെളിപ്പെടുകയും സമുദ്രം 2ആയി വിഭജിക്കപ്പെടുകയും ചെയ്തു. ഒഴുകി നടന്നത് കല്ലുപോലെ നിശ്ചലമായി. തൻ്റെ ജനം അക്കരെ കടന്നു. എന്നിട്ട് മിര്യാമിൻ്റെ നേതൃത്വത്തിൽ തപ്പെടുത്ത് നൃത്തം ചെയ്ത ഫറവോൻ ഞങ്ങളിനി അടിമയല്ലെന്നവർ പാടാൻ തുടങ്ങി. സഹോദരങ്ങളെ, ദൈവം ജയം നൽകുമ്പോൾ പാട്ട് പാടണം. ദൈവം ജയം നൽകുമ്പോൾ ദൈവത്തെ ആരാധിക്കണം. ദൈവം വിടുതൽ നൽകുമ്പോൾ ആത്മശക്തിയോടെ ആരാധിക്കണം. പൗലോസും ശീലാസും വിടുതൽ ലഭിച്ചിട്ടല്ല ആരാധിച്ചത്, ആണോ? അല്ല. അവരെന്താ ആരാധിച്ചത്? അവരെ വിളിച്ചത് ആരാധനയ്ക്ക് യോഗ്യനായവനെ സ്തുതിക്കാനും ആരാധിക്കാനുമാണ്. അതും വിടുതലുമായി നമ്മൾ താരതമ്യം ചെയ്തത്. നമ്മളിന്ന് ചെയ്യുന്നത് വിടുതൽ ലഭിച്ചാൽ ആരാധിക്കാം, അങ്ങനല്ലേ പാസ്റ്റേഴ്സ് പോലും അല്ല, വിടുതലല്ല ആരാധനയുടെ കാരണം. ആരാധനയ്ക്ക് യോഗ്യൻ, ബഹുമാനത്തിന് യോഗ്യൻ, പുകഴ്ചയ്ക്ക് യോഗ്യൻ ഒരുവനുണ്ട്. അവിടുത്തെ ആരാധിക്കാൻ തയ്യാറാകണം. വിടുതലുമായി കൂട്ടിക്കെട്ടരുത്. ഇവിടെ നോക്കൂ, അവന് പുതിയ പാട്ട് പാടുവീൻ, പഴയതല്ല പുതിയത്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പുതിയത് ചെയ്യുന്നെങ്കിൽ പുതിയ പാട്ട് പാടണം. ചിന്തിക്കാത്ത ചെയ്യുന്നെങ്കിൽ ആ ദൈവത്തെ ആത്മാവിൽ സ്തുതിക്കണം. അവിടുത്തേക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കാൻ തയ്യാറാവണം. മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുക്കണം. നമ്മുടെ കഴിവോ നമ്മുടെ ബലമോ നമ്മുടെ ശക്തിയോ ബുദ്ധി കൊണ്ടല്ല, ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തും. ഇനി നോക്കൂ, നമ്മൾ പറയേണ്ട കാര്യമാണ് അടുത്തത്. അവൻ്റെ സകല പ്രവൃത്തികളെയും കുറിച്ച് സംസാരിക്കണം. നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ, ഒരുമിച്ച് കൂടുമ്പോൾ പരസ്പരം മറ്റു പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ലോകത്തിൻ്റെ ഒത്തിരി അറിവുകൾ, നല്ല ഫോണുകൾ, നല്ല സംവിധാനങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ നാം സംസാരിക്കാറുണ്ട്. പക്ഷേ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കാണുമ്പോൾ നടത്തിയ ദൈവത്തിൻ്റെ വഴികൾ, തുറന്ന ദൈവത്തിൻ്റെ പ്രവർത്തികൾ, അസാധ്യങ്ങളെ സാധ്യമാക്കി എനിക്ക് കഴിയുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മഹത്വമുള്ള പ്രവൃത്തി, വീര്യമുള്ള ഭുജം, ഇതിനെപ്പറ്റി സംസാരിക്കാൻ തയ്യാറാവണം. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ അത് സംസാരിക്കണം. മറ്റു പലതുമല്ലേ നമ്മൾ സംസാരിക്കുന്നത്. എന്നാൽ ഇത്രത്തോളം യഹോവ ഞങ്ങളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ വിരാതവണ്ണം ഇന്ന് വരെ നിർത്തിയെന്ന് പറയാൻ
ആരോഗ്യം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്യുത്തമമാണ്. അതിനെപ്പറ്റി വർണ്ണിക്കാൻ, സംസാരിക്കാൻ നമ്മൾ ഈ ദിവസങ്ങൾ സമയം കണ്ടെത്തണം. സ്തോത്രം. നമുക്കതിന് കഴിയാറുണ്ടോ? നമ്മൾ പലതിലും ബിസിയാണ്. മറ്റു പലതും വിശദമായി സംസാരിക്കാറുണ്ട് ഒരുമിച്ച് കൂടുമ്പോൾ. എന്നാൽ ദൈവം സർവശക്തനാണെന്നും എൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്നും എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ അടിനെന്തുള്ളൂ ദൈവത്തിൻ്റെ കൃപയാണെന്നും തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, പരസ്പരം ബലപ്പെടുത്താൻ, ശക്തിപ്പെടുത്താൻ എത്ര പേർ തയ്യാറുണ്ടോ? ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി സംസാരിക്കണം. തയ്യാറാണോ? ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാണോ? ഇന്ന് പകൽ നമ്മോട് നിങ്ങളെ സഹായിക്കും. അവിടെ നിങ്ങളെ ശക്തീകരിക്കും. ബലം കർത്താവ് കൽപ്പിക്കും. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ ഇറങ്ങുകയാണ്. അസാധാരണമായൊരു ദൈവപ്രവൃത്തി ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. ചില മുള്ളും പറക്കാരും യേശുവിൻ്റെ നാമത്തിൽ ദഹിച്ചു മാറുന്നതിന് സ്തോത്രം. സൗഖ്യം കർത്താവ് കൽപ്പിക്കുന്നതിന് സ്തോത്രം. സ്ട്രെയിനുകളെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിരിക്കാൻ സ്തോത്രം. പകച്ചു നിന്ന് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളെ ദൈവം നല്ല ചില തീരുമാനത്തിലേക്ക് ഇന്ന് പകൽ കൊണ്ടുവന്നിരിക്കാൻ സ്തോത്രം. കൃപ എന്ന ആർപ്പോടെ ഞങ്ങൾ ആണിക്കല്ല് കയറ്റുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തന്നെ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് പുതിയ പാട്ട് പാടണം. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുണ്ടെന്ന് പറയണം. നടത്തിയ വിധങ്ങൾ പരസ്പരം പങ്കുവെക്കണം. ഈ വചനങ്ങളെല്ലാം അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.